അമ്മ ഈ റോഡ് സൈഡുള്ള പാറയും അതിന്റെ ആ ഒരു വീഡിയോ ആണ് എടുത്തത്, നേരത്തെ ഒരു വീഡിയോയില്. അതിൽ നമ്മളെ ദിൽഷക്കുട്ടി കമന്റ് ഇട്ടിരിക്കുകയാണ്, ആന്റി നിങ്ങൾ പോകുന്ന ആ കാട്ടിലാണ് ടൈഗർ അങ്ങനെയൊക്കെ ഉള്ള വന്യജീവികളുണ്ടോ? എന്തായാലും അവിടെ ഒറ്റയ്ക്ക് പോയണ്ട, പോയാൽ കുഞ്ഞിനെയും കൊണ്ടായാലും അധികം ടൈം നിക്കണ്ട കേട്ടോ. അമ്മ അവിടെ നിന്നാലും കുഴപ്പമില്ല, കുഞ്ഞിനെയും കൊണ്ട് അധികം നേരം നിക്കണ്ടാന്ന്. സത്യം പറഞ്ഞ ഞാനും അമ്മ ഇത് വായിച്ചു വായിച്ച് ചിരിയായിരുന്നു. കാരണം ഈ റോഡിന്റെ സൈഡിലുള്ള ഈ പാറയാണ്, അല്ലാതെ കാടൊന്നുമല്ല. ഞങ്ങളുടെ നാട്ടില് കൂടുതലും റബ്ബറാണുള്ളത്. അപ്പം അതൊരു വനം പോലെ തോന്നണം. ഞങ്ങളെ കൃഷി തന്നെയടി. ഞങ്ങളുടെ കൃഷിയാണിത്. അപ്പം അല്ലാതെ ഇതൊരു വന്യ ജീവികളുള്ള കാടല്ല. ഉണ്ട്, മയിലുണ്ട്, കൊരങ്ങൻ കുട്ടിയുണ്ട്, വേറെ അതും ഇപ്പോഴൊക്കെ കുറച്ച് നാളായതേ ഉള്ളൂ അതിങ്ങനെ ഇവിടെ കൊണ്ട് വിട്ടതാണ്. അല്ലാതെ നമ്മളവിടെ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം തോട്ടമാണ്. ഇവിടെ വീടും ആളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ സൈഡിൽ ഇത് ഹൈവേ വരാൻ പോകുന്ന റോഡാണ് ഗൈസ്. ഈ കാടെന്നൊക്കെ പറയുന്നത് ഇത് ഹൈവേ റോഡാക്കാൻ പോവാണ്. ഞാനിന്ന് ഈ സൈഡിലൊക്കെ നിന്നാണ് വീഡിയോ എടുത്തത്. ഈ പാറയൊക്കെയാണ് നിങ്ങൾ കാണിച്ചത്. നിങ്ങൾ നോക്കണം. ബിന്ദു അതുപോലെ പേടിച്ച് ഒറ്റയ്ക്കൊന്നും പോലെ. ഞാൻ ഈ റോഡിന്റെ സൈഡിലാ നിൽക്കുന്നേ. പിന്നെ ഇവിടെ ആളൊക്കെ നിറയെ ഉണ്ട് കേട്ടാ. അങ്ങനെ നമുക്ക് നമ്മുടെ സ്ഥലമായോണ്ട് പേടിയില്ല. പിന്നെ നിങ്ങൾക്ക് തോന്നും അത് കാടാണ്, പക്ഷെ റോഡിന്റെ സൈഡാണ്. പിന്നെ ഞാൻ റോഡിൽ നിന്നും കൊണ്ട് ഗുണ്ടുവിനെ ബാത്റൂമിൽ വിടുന്നത് മോശമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അകത്തോട്ട് കയറ്റി അവനെ പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. എനിക്ക് വയ്യ ഈ ദിൽഷുവിനെ കൊണ്ട്. കണ്ടാ തോന്നുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വൈകുന്നേരം അവനെ ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാൻ സമയത്ത് വീണ്ടും ആ വീഡിയോ എടുത്തത്, കറക്റ്റ് കാണിച്ചു തന്നത്. പിന്നെ കുഞ്ഞു വീട്ടിൽ ഞാൻ വന്നപ്പോഴും ഇതേ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആക്ക് ഇപ്പൊ ഞങ്ങള് വരണത് നോക്കി ഇങ്ങനെ രസമാണ്. കാരണം നമ്മളിപ്പോ 3 മാസം മീൻസ് എനിക്ക് ജൂണിലൊന്നും വലിയതായിട്ട് ക്ലാസ് 2-3 മാസം ഈ കുട്ടികളുമായിട്ട് ഇവിടെ ഇരുന്നപ്പോ ഇപ്പോഴാണ് അവൻ അങ്ങ് മിസ് ചെയ്യണത് അവരെ. അപ്പൊ ഇവൻ കുട്ടിക്കുട്ടി ഓവറായിട്ട് സ്നേഹമല്ലേ. ഞങ്ങൾ 3 മാസമായിട്ട് വീട്ടിലുണ്ട്. ഞാൻ 1 മാസമായിട്ടുണ്ടെങ്കിലും ഉണ്ട്. പക്ഷെ ഇപ്പൊ 3 മാസം കൊണ്ട് വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആക്കിപ്പോ നമ്മളെ മിസ് ചെയ്യേക്കാം. നമ്മൾ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ചാടി തളർന്ന പിന്നെ അവന് കുറച്ചു നേരം കിടക്കണം, കിതച്ച് ഉറങ്ങിപ്പോവും. പിന്നെ കൊറേ നേരം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും കേട്ടോ. പിന്നെ കുഞ്ഞു അവനെ ഇട്ട് കളിപ്പിക്കും. അവൻ ഇങ്ങനെ തട്ടി തട്ടി കളിപ്പിച്ചോണ്ടിരിക്കും കേട്ടോ. ഞാൻ പക്ഷെ അധികം എന്റെ ശരീരം വേദനിക്കും എല്ലാരും. അതുകൊണ്ട് ഞാൻ പയ്യെ അവിടെ നിന്ന് നൈസായിട്ട് ഒളിച്ചു ഓടിപ്പോ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.